ഇന്ന് പി വി അൻവർ, അതായത് മുൻ MLA യും ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു ചലഞ്ച് നടത്തിയിരുന്നു. ആ ചലഞ്ചിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ആ ചലഞ്ച് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ബേപ്പൂരിൽ അദ്ദേഹം തോറ്റിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുട്ടയടിക്കും, എന്നിട്ട് കമ്മലിടും എന്നുള്ളതാണ് പറയുന്നത്. മുട്ടയടിച്ച് കമ്മലിട്ടിട്ട് കിഡ്സൺ കോർണർ മുതൽ മിഠായി തെരുവ് വഴി കോഴിക്കോട് നടന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ അദ്ദേഹം നടക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് തോക്കുന്നതെങ്കിലാണ് ഇത് ചെയ്യുക. ഇനി അതല്ല, മുഹമ്മദ് റിയാസാണ് തോക്കുന്നതെങ്കിൽ മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഇളവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുട്ടയടിച്ച് എന്ത് ചെയ്യുമോ, ഇതുപോലെ നടക്കുമോ എന്നുള്ളതാണ്. പ്രസ് ക്ലബ്ബിൽ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമുക്കൊരു എഗ്രിമെൻ്റ് എഴുതാം, അല്ലെങ്കിൽ ഒരു വാതുവെപ്പ് നടത്താം എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് മുട്ടയടിക്കേണ്ടി വരിക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഒന്ന് ചർച്ച ചെയ്യുന്നത്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിന് സബ്സ്ക്രിപ്ഷൻ്റെ സൈഡിൽ തന്നെ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. ആ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ഒരു ലെവൽ 1 179 രൂപയാണ്, ലെവൽ 2 359 രൂപയാണ്. പിന്നെ അതിൽ കൂടിയ എമൗണ്ടാണ് ലെവൽ 3 ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള പണം അടച്ചുകൊണ്ട് അത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും ചില വീഡിയോകൾ നിങ്ങൾക്ക് നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മന്ത്ലി റിക്കറിംഗ് ആയിട്ടുള്ളൊരു സ്കീമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് വേണ്ടിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഗൂഗിൾ പേ നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ആരാണ് മുട്ടയടിക്കാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് വിശദമായി പരിശോധിക്കുന്നത്. കഴിഞ്ഞ തവണ എല്ലാ മണ്ഡലങ്ങളും പരിശോധിച്ചപ്പോൾ തന്നെ ഇതിൽ സാധ്യത ആർക്കാണ്, എന്താണ് എന്നുള്ളതൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. വളരെ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് PV അൻവറുമായിട്ട് വളരെ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ജയിച്ചാൽ കൊള്ളാമെന്നൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വേണമല്ലോ കാര്യങ്ങളെ കാണാൻ. അതുകൊണ്ടാണ് നിങ്ങളോട് സത്യസത്യമായിട്ട് തന്നെ പറയുന്നത്. ഇതിൽ ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം ഒന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ 2011 ഡാറ്റയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 2011 അവിടെ മത്സരിച്ചിട്ടുള്ളത് നമ്മുടെ കരീം കയാണ്, എന്ന് പറഞ്ഞാൽ ഇളമരം കരീമാണ്. അദ്ദേഹം വന്ന് അവിടെ പിടിക്കുന്നത് 2011 CPM വേണ്ടി പിടിക്കുന്നത്, LDF വേണ്ടി പിടിക്കുന്നത് 60,550 വോട്ടുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 60,550 വോട്ടുകളും 46.8% അദ്ദേഹം പിടിക്കുന്നത്. അപ്പോൾ അന്ന് ആദം മുൾസി എന്ന് പറയുന്ന താരതമ്യേന അന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള, ഇപ്പോഴും ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന ആദം മുൾസിയാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം അവിടെ 55,234 വോട്ടാണ് കോൺഗ്രസിന് വേണ്ടി, UDF വേണ്ടി പിടിക്കുന്നത്. 42.7%. ഓർക്കണം നിങ്ങൾ, 46.8 കരീമിനും അതുപോലെ 42.7 ഈ പറയുന്ന ആദം മുൾസിക്കുമാണ്, കോൺഗ്രസിനുമാണ്. അത് അന്ന് അവിടെ KP ശ്രീശനാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, BJPയുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 8.5%, കേവലം 11,040 വോട്ടുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അന്ന് യഥാർത്ഥത്തിൽ ആദം മുൾസി അവിടെ മത്സരിക്കുമ്പോൾ പോലും 5000 വോട്ടുകളുടെ ഭൂരിപക്ഷമേ കരീമിനുള്ളൂ എന്നുള്ളത് ആലോചിക്കണം. ഏതാണ്ട് 5000 വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം 2016 അവിടെ മത്സരിക്കുന്നത് VKC മുഹമ്മദ് കോയയാണ്. വലിയ വ്യവസായിയാണ്, നിങ്ങൾക്കറിയാമല്ലോ, വലിയ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം മത്സരിക്കുമ്പോൾ വോട്ടുകളുടെ കാര്യത്തിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട് ഈ പറയുന്ന CPM LDF കാര്യത്തിൽ. അതായത് കഴിഞ്ഞ തവണ 60,000 ആയിരുന്നെങ്കിൽ VKC മുഹമ്മദ് കോയ മത്സരിക്കുമ്പോൾ 69,114 വോട്ടുകളാണ്. പെർസെൻറ്റേജ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറച്ച് കുറഞ്ഞു. പക്ഷേ വോട്ടുകൾ കൂടി 44.6% വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ VKC മുഹമ്മദ് കോയ പിടിക്കുന്ന അത്രയും വോട്ടുകളാണ്. അപ്പോൾ അന്നും ആദം മുൾസി തന്നെയാണ് അവിടെ മത്സരിച്ച് തോക്കാൻ ഭാഗ്യം ചെയ്ത അദ്ദേഹത്തിനാണ്. അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 1000 വോട്ട് കുറവുകളാണ് കിട്ടിയത്. 54,751 വോട്ടുകളും 35.3% വോട്ടുമാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 42.7% അതിനേക്കാൾ 7%ഓളം വോട്ടുകൾ കുറഞ്ഞിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കണം 2016 തന്നെ. പിന്നെ 2016 നമുക്ക് പറയാം, പിണറായി വിജയൻ അധികാരത്തിലേറുന്ന, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കഴിഞ്ഞിട്ട് അധികാരത്തിലേറുന്ന സമയമാണ് എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ആ ഒരു ഇളവ് കൊടുക്കാം. പക്ഷെ അവിടെ സംഭവിക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ തവണ ഈ BJPയുടെ സ്ഥാനാർത്ഥി പിടിച്ചത് കേവലം 8% 11,000 വോട്ടുകളുമാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷെ അത് ഈ പറയുന്ന പിന്നീട് വരുമ്പോൾ
അവിടെ പ്രകാശനാണ് മത്സരിക്കുന്നത്. പ്രകാശൻ മത്സരിക്കുമ്പോൾ അത് 18% വരുന്നുണ്ട്. എൻ ഡി എയുടെ വോട്ടുകൾ 27,958. അതായത് 11-ൽ നിന്ന് ഏതാണ്ട് 17,000-ഓളം വോട്ടുകൾ, 11-ൽ നിന്ന് 16,000-ഓളം വോട്ടുകൾ ഒറ്റയടിക്ക് കൂടുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ 2016 ഉണ്ടായിട്ടുള്ളത്. ഓർക്കണം നിങ്ങൾ, ആദ്യം 60,000-ഉം പിന്നെ 69,000-ഉം വോട്ടുകളാണ് പിടിച്ചത് എന്നുള്ളത് ആലോചിക്കണം CPM. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുമ്പോൾ 2021-ലേക്കാണ് വരുന്നത്. 2021-ലാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് വന്ന് മത്സരിക്കുന്നത്. മുഹമ്മദ് റിയാസ് വന്ന് മത്സരിക്കുമ്പോൾ ഇത് രണ്ടും കൂടി എന്നുള്ളതാണ്. അതായത് ആദ്യം 46% ഉണ്ടായിരുന്നു 2011-ൽ, പിന്നെ 44%-ആയി ചുരുങ്ങി VKC മുഹമ്മദ് കോയ മത്സരിക്കുമ്പോൾ. പക്ഷേ വോട്ടുകളുടെ നമ്പർ കൂടി. പക്ഷേ അതിൽ രണ്ടിലും അഭൂതപൂർവമായിട്ടുള്ള വർധനവാണ് 2021-ൽ ഉണ്ടാകുന്നത്. CPM-ൻ്റെ മുഹമ്മദ് റിയാസ് മത്സരിക്കുമ്പോൾ 49.9% വോട്ടുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ 82,165 വോട്ടുകളാണ്. അത് വലിയ വോട്ടാണ്. 66,000-ൽ നിന്ന് ഒറ്റടിക്ക് 82,000-ലേക്ക് ആ വോട്ടുകൾ ഉയരുകയാണ്. അവിടെ മത്സരിച്ചത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് PM നിയാസ് ആണ്. നിയാസ് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് മത്സരിച്ചത്. നിയാസിന് കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ല. ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. 1000 വോട്ടുകൾ പിന്നെയും കുറഞ്ഞു. ആദ്യം ആദം വിളിച്ച് മത്സരിക്കുമ്പോൾ 55,000 ഉണ്ട്. പിന്നെ അത് 54,000-ആയി, 35.3%-ആയി. അതിനു മുമ്പ് 42%-ആയിരുന്നു. അതിന് 7% കുറഞ്ഞു. പിന്നെ നിയാസ് മത്സരിക്കുമ്പോൾ വീണ്ടും അത് 32.5%, നേരിയ കുറവുണ്ടായി. 53,418 അതേസമയം അവിടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ആ പ്രകാശ് ബാബു കൂടി മത്സരിച്ചു. BJPയുടെ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ 27,000 വേണ്ടില്ല, 1,000 വോട്ടുകൾ കുറഞ്ഞ് 26,000 വോട്ടുകൾ, 26,267 വോട്ടുകളാണ് നേടിയത്. 16% വോട്ടുകൾ, 1%-ഓളം കുറവ്, 2%-ഓളം കുറവ് BJPക്കും ഉണ്ടായി. അപ്പോൾ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷൻ കൂടാതെ കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ കേസിൽ അവിടെ ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബേപ്പൂർ LDFനാണ് ഉള്ളത് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് ഒറ്റടിക്ക് വേണമെങ്കിൽ PV അൻവർ അല്ല, അവിടെ മുഹമ്മദ് റിയാസ് തന്നെ ജയിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താം. അങ്ങനെ തീരുമാനത്തിൽ എത്തുന്നതിന് അടിസ്ഥാനമില്ല. കാരണം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ അവിടെ PV അൻവർ എന്ന് പറയുന്ന ഒരാൾ അവിടെ വലിയ തോതിൽ അദ്ദേഹം മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം ഒറ്റക്ക് തന്നെ ഏതാനും വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളുകളാണ്. ഏറനാട് മത്സരിച്ചപ്പോഴും അത് തന്നെ. അത് പിന്നെ CPM-ൻ്റെ ഒരു പിന്തുണ ഭഗ്യേന്ദ്രന് ഉണ്ടായിരുന്നു. CPI-യുടെ സ്ഥാനാർത്ഥിയെ മറികടന്നുകൊണ്ട് അദ്ദേഹം രണ്ടാമതെത്തി. വയനാട് പാർലമെൻറ്റിലേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ ഇതുപോലെ വോട്ടുകൾ പണ്ട് നേടിയിട്ടുണ്ട്. അതുപോലെ നിലമ്പൂർ മത്സരിച്ചപ്പോൾ അത് പിന്നെ അദ്ദേഹം 2 തവണ സ്ഥാനാർത്ഥിയായിരുന്ന, 2 തവണ MLA ആയിരുന്ന സ്ഥലമാണ്. അവിടെ പോലും 19,620 വോട്ടുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം പാർട്ടികൾ മാറുകയും നിലപാടുകൾ മാറുകയൊക്കെ ചെയ്ത് ചെറിയ തോതിലുള്ള ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ട് പിണറായി വിജയനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം കൂടാൻ നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ മൊബിലൈസ് ചെയ്യാനോ ഒരു പാർട്ടി സ്ട്രക്ചർ കെട്ടിപ്പടുക്കാനോ ഒക്കെ പറ്റാത്തതിൻ്റെ വലിയ ഡാമേജ് അദ്ദേഹത്തിനുണ്ട്. കൂടാതെ മന്ത്രി റിയാസിനെ സംബന്ധിച്ച് വളരെ നല്ല പേരും വളരെ ജനകീയനുമാണ് അദ്ദേഹം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 29,000 ഭൂരിപക്ഷം അല്ലെങ്കിൽ 82,000 ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരു വലിയ തരംഗം കൂടി അവിടെ ഉണ്ടാകുമ്പോൾ മുസ്ലിം വോട്ട് ബാങ്കുകളുടെ ഒരു കൺസോൾട്ടേഷൻ PV അൻവറിന് അനുകൂലമായിട്ട് ഉണ്ടാവുകയും അൻവർ ഒറ്റയ്ക്ക് തന്നെ ഒരു 5,000, 7,000, 10,000 വോട്ടുകൾ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് മറിച്ചാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനുള്ള സാധ്യത കുറയുന്നതിൻ്റെ കാര്യം മുഹമ്മദ് റിയാസിനെതിരെ അത്തരത്തിലുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം അവിടെ കുറേ കൂടി ജനകീയനാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഞാനവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ബേപ്പൂരുള്ള 2 ഡിവിഷനുകളിൽ തന്നെ അദ്ദേഹം നിരവധി കുടുംബയോഗങ്ങളിൽ തന്നെ വന്നിരുന്നു. അതുമാത്രമല്ല അവിടെയുള്ളൊരു പരമ്പരാഗതമായി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിരുന്ന നിരവധി ആളുകളുമായി വളരെ വ്യക്തിബന്ധം സ്ഥാപിക്കുകയും അദ്ദേഹത്തിന് വോട്ടുകൾ മേടിച്ചെടുക്കാനുമുള്ള കഴിവുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അവിടെ ഇപ്പോൾ നമ്മുടെ എക്സിറ്റ് പോളുകളെല്ലാം കാണിക്കുന്നത് പോലെ 60, 65, 68 സീറ്റുകൾ LDFന് കിട്ടുകയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും കിട്ടാവുന്ന ഒരു സീറ്റ് തന്നെയാണ് ബേപ്പൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആര് മുട്ടയടിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. ഇനി ആര് തോറ്റാലും ആര് ജയിച്ചാലും ഇത് രാഷ്ട്രീയമാണ്, അല്ലാതെ മുട്ടയടിക്കുകയോ കമ്മലിടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് 2 പേരോടും പറയട്ടെ. കാതിൽ കടുക്കനില്ലെങ്കിലും നിങ്ങളൊക്കെ മിടുക്കന്മാരാണ് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു നോക്കട്ടെ.